SIRൻ്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം, യൂണീക്ക് എന്യൂമറേഷൻ ഫോം ആണ് നൽകുന്നത്. ഇത്തരത്തിൽ വോട്ടർമാരുടെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്ത 2 കോപ്പി എന്യൂമറേഷൻ ഫോമുകളാണ് നൽകുന്നത്. അതിൽ ഈ എന്യൂമറേഷൻ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം എന്നും ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസറിൻ്റെ പേരും കോണ്ടാക്റ്റ് നമ്പരും മൊബൈൽ ഫോൺ നമ്പരും പ്രിൻ്റ് ചെയ്തിരിക്കും. തുടർന്ന് നോക്കിയാൽ തൊട്ട് താഴെ വോട്ടറുടെ പേര്, എപിക് നമ്പർ, വിലാസം എന്നതും തൊട്ടടുത്തായി ആ വോട്ടറുടെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ, പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പരും പേരും, നിയമസഭ പാർലമെൻറ്റത്തിൻ്റെ പേരും ബൂത്ത് ലെവൽ ഓഫീസർക്ക് ഈ എന്യൂമറേഷൻ ഫോം സ്കാൻ ചെയ്യുന്നതിനുള്ള BLO ആപ്പിൽ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള QR കോഡും തൊട്ടടുത്ത് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ആ വോട്ടറുടെ ഫോട്ടോയും തൊട്ടടുത്ത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസും ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ടു താഴെയുള്ള രണ്ടാമത്തെ സെക്ഷനിൽ ജനന തീയതി മുതൽ പങ്കാളിയുടെ എപിക് നമ്പർ വരെ ലഭ്യമാക്കുക, രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം ജനന തീയതിയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത് ആധാർ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ആധാർ നമ്പർ ഓപ്ഷണലാണ്, ലഭ്യമാണെങ്കിൽ നൽകാവുന്നതാണ്. തൊട്ടടുത്ത് മൊബൈൽ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. തൊട്ടു താഴെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. തൊട്ടു താഴെ പിതാവിൻ്റെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ രേഖപ്പെടുത്തുക. മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ രേഖപ്പെടുത്തുക. പങ്കാളിയുടെ പേര്, അത് ബാധകമെങ്കിൽ പങ്കാളിയുടെ എപിക് നമ്പർ ലഭ്യമെങ്കിൽ അതും രേഖപ്പെടുത്തുക. തുടർന്ന് 1, 2, മൂന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ മൂന്നാമത്തെ സെക്ഷൻ അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ മൂന്നാമത്തെ ഭാഗം ഇടതുവശത്ത് ഇവിടെ 2002 SIR വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നമ്മളിവിടെ നൽകേണ്ടത്. ആ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര്, എപിക് നമ്പർ ലഭ്യമെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ ബന്ധുവിൻ്റെ പേര് എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അത് മിക്കവാറും ബൂത്ത് ലെവൽ ഓഫീസർമാർ രേഖപ്പെടുത്തിയിരിക്കും. ഇല്ല എങ്കിൽ നമ്മളത് രേഖപ്പെടുത്തുക. ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കത് വേഗം ലഭിക്കുന്നതാണ്. 2002 നമ്മൾ വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ എന്ന് പറയുന്നത് പോളിംഗ് സ്റ്റേഷൻ നമ്പറാണ്. അടുത്തത് ക്രമനമ്പർ, അതായത് വോട്ടർ പട്ടികയിൽ 2002 SIR വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് കിടക്കുന്ന ആ ക്രമനമ്പർ എത്രയാണോ അത് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ഈ അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർ വിവരങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പേര് ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ, അതായത് ഈ ഫോട്ടോ ഒട്ടിച്ച ഈ പേര് പ്രിൻ്റ് ചെയ്ത നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അക്കാര്യമാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് ഇടതേ സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി നമ്മുടെ പേര് ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്തബന്ധുക്കളുടെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങൾ 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് തൊട്ടടുത്ത വലത്തെ സൈഡിൽ, അതായത് മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന
വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത്. അതായത് ആ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ രക്തബന്ധുക്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേര്, എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ ബന്ധുവിൻ്റെ പേര്, ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമനമ്പർ എന്നിവ രേഖപ്പെടുത്തണം. അതായത് നമ്മുടെ പേര് ഈ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്താൻ SIRൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ മാത്രം ഈ രണ്ടാം ഭാഗത്ത് രേഖപ്പെടുത്തണം. ഈ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ ശരിയാണ് എന്നുള്ള ഒന്നുകിൽ നമ്മളാകുന്ന വോട്ടറുടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആ വീട്ടിലെ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ് അല്ലെങ്കിൽ ഇടത് തള്ളവിരലിൻ്റെ അടയാളം, ബന്ധം തീയതിയും ചേർക്കണം. ഏറ്റവും താഴെ BLOയുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ട സ്ഥലമാണ്. വോട്ടർ അല്ലെങ്കിൽ കുടുംബനാഥൻ മുതിർന്ന അംഗം ഒപ്പിട്ട ഒരു കോപ്പി ബൂത്ത് ലെവൽ ഓഫീസർക്ക് നൽകേണ്ടതുണ്ട്. മറ്റൊരു കോപ്പി വിവരങ്ങൾ രേഖപ്പെടുത്തി ബൂത്ത് ലെവൽ ഓഫീസറുടെ ഒപ്പ് വാങ്ങി, അതായത് നമ്മൾ ഈ ഫോം ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അക്നോളജ്മെൻറ്റ് കൈപ്പറ്റ് രസീപ്റ്റായി ബൂത്ത് ലെവൽ ഓഫീസർ നമുക്ക് തിരികെ നൽകുന്ന ഒരു ഫോമാണ്. അത് ബൂത്ത് ലെവൽ ഓഫീസറുടെ ഒപ്പ് വാങ്ങി വോട്ടർ തന്നെ സൂക്ഷിച്ച് വെക്കേണ്ടതും, ഏതെങ്കിലും കാരണവശാൽ BLOയുടെ പക്കൽ സമർപ്പിച്ചിട്ടുള്ള ഫോം മിസ്സാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ വോട്ടർക്ക് അവരുടെ തെളിവായി സമർപ്പിക്കാൻ വേണ്ടിയുള്ള വോട്ടറുടെ കോപ്പി വോട്ടറുടെ പക്കൽ തന്നെ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.